നമ്മുടെ കുംഭമേളയുടെ തിരുനാവായ മാഘമക മഹോത്സവത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ കുംഭമേളയുടെ അവസാന ദിവസത്തില് നമ്മളെ കൂടെ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാക്കുകളിലേക്ക് പോകാം. അമ്മ എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. നിങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് വന്നാണ്? ഒത്തിരിയായി വന്നിട്ട്? ഞങ്ങള് ഇപ്പൊ തുടങ്ങിയ 18-നാണല്ലോ ജനുവരി 1-ന്. അപ്പൊ ഞങ്ങളൊരു 28-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പൊ വന്നപ്പം ഞങ്ങൾക്ക് എന്താ പറയാ, വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാനുള്ളൊരു ആഗ്രഹമാണ്. പിന്നെ അത്രയും ഇപ്പൊ ഒരു മാമാങ്കൊക്കെ നടന്നൊരു പുണ്യഭൂമിയാണ് ഈ തിരുനാവായ നിളാനദി തീരത്ത്. എത്രയോ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ ഒന്ന് നമ്മള് വരാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നടുവേദനയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത്രയും നമ്മൾ വന്നിട്ട് എനിക്ക് വീണ്ടും വരാൻ നടുവേദനയൊക്കെ നമുക്ക് മറന്നുപോയൊരു ഇതാണ്. ഇത്രയും എന്താ പറയുക, ആളുകളുടെ ഒരു സപ്പോർട്ട്, സ്നേഹം, എല്ലാറ്റിനുപരി നമ്മളൊരു സംസ്കാരത്തിന് വീണ്ടും ആളുകളിൽ ഒരു മാധ്യമത്തിനും മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് വിപുലമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ നമ്മളെന്താ ഒരു ഭക്തർക്ക് ഒന്നിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഒരു ഐക്യവും കൂട്ടായ്മയും ഈ ഒരു സ്നേഹവും പിന്നെ മറ്റെവിടെയും നമുക്ക് കേരളത്തിൽ അത് കാണാൻ പറ്റിയല്ലോ. ഇത് ശരിക്കൊരു മഹാ അത്ഭുതം തന്നെയാണ്. കാരണം ഇത്രയും ആളുകളുടെ ഒരു വരവ് എത്രയോ നാടുകളിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. സത്യത്തിൽ അവരുടെ മനസ്സിൽ എന്തോ ഒന്ന് ഉണർന്നിട്ടുണ്ട്. ആ ഉണർവിന്റെ ഒരു ഇതാണ് നമുക്ക് പോകണം, അവിടെ പോയിട്ട് അത് കാണണം, അത് ആസ്വദിക്കണം, എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ശരിക്കും പ്രയാഗിലൊക്കെ ആണല്ലോ അത് ഈ കുംഭമേള നടന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ചരിത്രങ്ങള്, മാമാങ്കം പോലുള്ള ചരിത്രങ്ങള്, ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഓരോരോ വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷെ അതൊന്നും നമ്മൾ സത്യത്തിൽ ചരിത്രങ്ങൾ അങ്ങ് മറഞ്ഞു പോയേക്കാണ്. വീണ്ടും തട്ടി ഉണർത്തി നമ്മളെ മുന്നിലെത്തിയ മഹാമണ്ഡലേശ്വര സ്വാമി, അതുപോലുള്ള സ്വാമിമാരുടെയും പിന്നെ അമ്മ മാതാമ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലുള്ള അതൊരു ശരിക്കും കണ്ണിന് ആനന്ദം. ഇനിയും വരട്ടെ, എല്ലാവരും കൂടി ചേരട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു കൂട്ടായ്മയിൽ അത് ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ള ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജേർണലിസം. അപ്പൊ കുംഭമേളയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നു നോക്കുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എന്താ പറയാ അനുഭൂതി, നിർവൃതി എന്നൊക്കെ പറയില്ലേ, അത് ഇങ്ങനെയുള്ള മഹോത്സവത്തിലൊക്കെ വന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ ഭാരതീയരാണ്. നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് നിലനിർത്തുക എന്ന് പറയുന്നത് ഓരോ ഭാരതീയരുടെയും ഉത്തരവാദിത്വ കടമയാണ്. അപ്പൊ അത് എന്താ പറയാ, അത് ഒഴിവാക്കാതെ അത് ആ സംസ്കാരം എന്നും നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഇങ്ങനെ മഹോത്സവങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാവരും ഒത്തുകൂടുക, എന്നിട്ട് ആ എന്താ പറയാ ഊർജത്തെ ലോകമെമ്പാടും എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും കൂടെ കൂട്ടായ്മയോടെ നിൽക്കണം. മാത്രമല്ല ഈ നിളയില് വന്ന് മുങ്ങി കുളിച്ച് 3 ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ഈ 3 മൂർത്തികളെയും തൊഴുത് ഈ നിളയുടെ ആരതി അതിനും കൂടെ പങ്കെടുത്ത് നമ്മൾ വീട്ടിൽ മടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ. ഞാൻ ഒരു തവണ വന്നിട്ട് വീണ്ടും വന്നതാണ്. ആ സുഖം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് വീണ്ടും ഞാൻ വന്നത്. അത് സത്യം പറയാലോ, സഹോദരങ്ങളോട് ഞാൻ പറയാം, ഇത് കാണുന്ന സഹോദരങ്ങളോട് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അനുഭവിച്ച് തന്നെ അറിയണം. തീയുടെ ചൂട് അത് അനുഭവിച്ചാലേ നമ്മൾ അറിയേണ്ടത്. അതേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ആത്മാവിനെ തൊട്ടുണർത്തണമെങ്കിൽ അത് നമ്മൾ ആത്മാവിനല്ലേ കൊടുക്കണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് വന്ന് നമ്മൾ അതിലേക്ക് ഇടപെട്ടാൽ മാത്രം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇനി മഹോത്സവം നടക്കുന്ന സമയത്ത് എല്ലാവരും വന്നത് ആ അനുഭവം നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വന്നിട്ട് ഇത് അനുഭവിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാല് പ്രയാഗ്രാജില് മഹാകുംഭമേള നടക്കുന്ന സമയത്ത് 20-ാം തീയതി പ്ലാൻ ചെയ്യുന്നു, 21-ാം തീയതിയാണ് ഞാൻ പോയത്. ആ ഒരു അനുഭവം തന്നെയാണ് ശരിക്കും ഈ കേരള കുംഭമേളയില് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. അപ്പൊ അതുപോലെ മറ്റൊരു കൂട്ടുകാരുണ്ട്. നിങ്ങൾ എവിടുന്ന് വരിക? ഞാൻ ഈ മലപ്പുറം തന്നെ. എന്റെ പേരെന്താ? പേര് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ. അപ്പൊ മുമ്പ് വന്നിട്ടുണ്ടോ അവിടെ? മുമ്പ് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തൊഴാനൊക്കെ വരുന്ന അമ്പലം തന്നെയാണ്. ഇവിടെ നാട് ഇവിടെ തന്നെയാണ്, ഈ പ്രദേശവാസി തന്നെയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് വാരണാസി പോയിട്ട് ഗംഗാരാധന അതേപോലെ കാണണം, ആരതിയും കാര്യങ്ങളൊക്കെ കാണണം എന്നൊക്കെ. അപ്പൊ അത് കാണാൻ പറ്റാത്ത ഒരു ഇത് ഇവിടെ വന്നിട്ട്
ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഇവിടെ ഇത്രയും ജനങ്ങള് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് അത്രയും ജനങ്ങളാണ്. പിന്നെ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുള്ള ദേവസ്വം, അതേപോലെ എല്ലാവരോടും സത്യം പറഞ്ഞ നന്ദിയാണ് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഒരുക്കി തന്നതിന്. അപ്പൊ അമ്മ നന്നായിട്ട് ഭജനകളൊക്കെ പാടുന്നതാണ്. അപ്പൊ നമുക്ക് അവരുടെ ഭജനയിലേക്ക് പോവാം. കണ്ണന്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടു കോൾമയിൽ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണന്റെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടു കോൾമയിൽ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണീരിൽ മുങ്ങി ശുദ്ധയായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണും എന്നു മറക്കും ഞാൻ. മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണയായെന്നു തുള്ളും ഞാൻ. തുള്ളിക്കളിച്ചൻ സംസാര കള്ളികളെന്നു മായ്ക്കും ഞാൻ. അക്കളം മായ്ക്കും കേളി തുള്ളലിൽ അട്ടഹാസമെന്നാർക്കും ഞാൻ. അട്ടഹാസത്താൽ ശുദ്ധി ദിക്കുകൾ കെട്ടിനുമെന്നു വീഴും ഞാൻ. കണ്ണന്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടു കോൾമയിൽ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. ഒത്തിരി പേരുടെ, അതായത് എനിക്ക് തോന്നുന്നു ഹിന്ദു എന്നതിന് ഉപരി ഒരു മനുഷ്യ ജന്മത്തിന്റെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു നീളാരതി അല്ലെങ്കിൽ ഗംഗാരതി നമ്മൾ കാണാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ജന്മനാട്ടില് വന്നത് കാണാതെ പോയവർക്ക് തികച്ചും ഒരു മിസ്സിംഗ് ആണല്ലേ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളായുള്ള പല മാധ്യമങ്ങളും നമ്മൾ ഇന്ന് ഇവിടെ കണ്ടിട്ടില്ല. അതായത് കുറഞ്ഞ മാധ്യമങ്ങൾ മാത്രം കവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് അവരുടെയും കൂടി ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ മതേതരം പറയുന്ന ഒത്തിരി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രസന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടനയുടെ മാത്രം പ്രോഗ്രാം അല്ല. ഇതുപോലെ നാടറിയുന്ന, നമ്മളെ അറിയുന്ന എല്ലാവരും അനുഭവിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അടുത്ത മേളകള് ഇതുപോലെ ആഘോഷാക്കുക, അത് അനുഭവിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.